ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെണ്ടക്ക സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ്. നമുക്ക് വളരെ പെട്ടെന്ന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വെണ്ടക്ക സൂപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം. സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ സൈസിലുള്ള 12 വെണ്ടയ്ക്കയാണ്. ഇനി വേണ്ടത് ഒരു 5 അല്ലി വെളുത്തുള്ളിയുമാണ്. ഇത് ആദ്യം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. ഞാൻ 2 പേർക്ക് കഴിക്കാനുള്ള പാകത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ അളവെല്ലാം കൂട്ടിയെടുക്കണം. ഇനി വെണ്ടയ്ക്കയുടെ നെറ്റിൻ്റെ ഭാഗം മുറിച്ച് മാറ്റിയതിന് ശേഷം വെണ്ടയ്ക്ക ഇതുപോലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ച് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളക് 2 പിളർന്നതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. 3.5 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പ്രഷർ കുക്കർ മൂടി ഇതൊന്ന് വേവിച്ചെടുക്കണം. കൂടുതൽ സമയമൊന്നും കുക്ക് ചെയ്യേണ്ട. പ്രഷർ കുക്കർ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം 2 വിസിൽ വരുമ്പോഴത്തേക്കും സ്റ്റൗ ഓഫ് ചെയ്ത് കുക്കറിൻ്റെ സ്റ്റീം പോകാനായിട്ട് മാറ്റി വെക്കണം. കുക്കറിൻ്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. വെണ്ടയ്ക്കൊക്കെ നല്ല വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി വെണ്ടയ്ക്കയിലുള്ള വെള്ളം അരിച്ചെടുത്തിട്ടാണ് സൂപ്പ് ഉണ്ടാക്കുന്നത്. ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ വെച്ചതിന് ശേഷം സൂപ്പിലുള്ള വെള്ളം അരിച്ചൊഴിക്കണം. അരിച്ചെടുത്തതിന് ശേഷം വെണ്ടക്ക മാറ്റിക്കളയാം. സ്പൂൺ കൊണ്ടൊന്നും വെണ്ടക്ക ഉടച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് സൂപ്പിന് വരും. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. വേണമെങ്കിൽ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ 2 കഷ്ണം വെണ്ടയ്ക്ക എടുത്താൽ മാത്രം മതി. സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഓയിലോ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഇനി ബട്ടർ വേണമെങ്കിൽ ഉപയോഗിക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഗ്രാമ്പും കൂടി ഇട്ട് പൊട്ടിക്കണം. സ്പൈസസ് ഒക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞ കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ചെറിയ ഉള്ളിക്ക് പകരമായിട്ട് സവാള വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാം. എന്നാൽ ഉള്ളി ഉപയോഗിക്കുന്നതാണ് ഈ സൂപ്പിന് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ ഉള്ളിയെല്ലാം മൂത്ത് കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദക്ക് പകരമായിട്ട് കോൺഫ്ലവർ ആണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പൊടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പൊടിയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് വെണ്ടക്ക വേവിച്ച വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് തിളപ്പിക്കണം. തിളപ്പിച്ച് പൊടിയൊന്ന് വെന്ത് കുറുകി വരണം. പൊടിയൊന്ന് കുറുകി തുടങ്ങുമ്പോഴത്തേക്ക് അതിലേക്ക് ബാക്കിയുള്ള വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം. ഇപ്പോൾ സൂപ്പ് നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഉപ്പെല്ലാം നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കാം. ഈ റെഡിയായ സൂപ്പ് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെണ്ടയ്ക്കയിൽ ധാരാളം വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനൊക്കെ ഈ സൂപ്പ് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഡയറ്റ് ചെയ്യുന്നവർക്കും വെയിറ്റ് ലോസിനൊക്കെ ഇത് വളരെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ കുറക്കാനും ബ്ലഡ് ഷുഗറൊക്കെ കുറക്കാൻ വെണ്ടക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങളും ഈ സൂപ്പ് ട്രൈ ചെയ്ത് നോക്കുക. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ സൂപ്പ്. വളരെ ഹെൽത്തിയുമാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.